രാഹുൽ സൂര്യനെല്ലിക്കുര്യന്റെ ചെവിയിൽ മന്ത്രിച്ചതെന്ത്? ITV ന്യൂസ് തത്സമയം തുടരുകയാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇന്ന് രാവിലെ സൂര്യനെല്ലിക്കുര്യന്റെ ഇപ്രകാരം ഒരു ഏഷ്യനെറ്റ് പരാമർശത്തെ തുടർന്ന് ഇന്ന് മന്നം ജയന്തി ആഘോഷം NSS ആസ്ഥാനത്ത് നടക്കുന്ന സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. NSS നേതൃത്വം രാഹുലിനെ മാറ്റി നിർത്തിയില്ല, അവർ രാഹുലിനെ ചേർത്ത് പിടിക്കുകയാണ് എന്ന് നമുക്ക് ഇന്നത്തെ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. അവിടെ ഇതാ സൂര്യനെല്ലിക്കുര്യനും ഒരു അതിഥിയായി എത്തിയിരുന്നു. ആദ്യം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ NSS ആസ്ഥാനത്ത് മന്നം ജയന്തി ആഘോഷത്തിന് എത്തിയത് നമുക്കൊന്ന് കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. രാഹുൽ ആ മന്നം ആസ്ഥാനത്ത് ഇന്ന് രാവിലെ എത്തി. അതുപോലെ വേദിയിൽ വെച്ച് PJ കുര്യന്റെ ചെവിയിൽ അദ്ദേഹം കൃത്യമായി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതെന്താണെന്ന് ഊഹിച്ച് ഏഷ്യനെറ്റ് തന്നെ അത് വീണ്ടും ഒരു വാർത്ത അവർ ഉണ്ടാക്കി. അവർ ഉദ്ദേശിക്കുന്നത് രാഹുൽ വിഷയം വീണ്ടും വീണ്ടും ആളിക്കത്തിച്ച് നിർത്തുക, രാഹുലിനെ എപ്പോഴും ഒരു ഷെയ്ഡിൽ നിർത്തുക, അതിന് ഓരോ അവസരങ്ങൾ ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഇതെന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ മനസ്സിലാക്കുക. ഇത് ഈ വിനു ജയൻ എന്ന് പറയുന്ന ഈ നരാധമൻ, ഈ മാധ്യമ ആ പദം ഞാനിപ്പോൾ ഉച്ചരിക്കുന്നില്ല, കാരണം ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, ഈ പുതുവർഷത്തിൽ ഇത്തരത്തിലുള്ള വാക്കുകളും പദപ്രയോഗങ്ങളൊന്നും നടത്തില്ല എന്ന്. ഞാൻ നമ്മുടെ AV തോമസ് അച്ചായന്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു മെൻറ്ററായ അദ്ദേഹത്തിന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ അത്തരം ഒരു പദപ്രയോഗം നടത്തുന്നില്ല. രാഹുൽ ഇദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തായിരിക്കണം പറഞ്ഞത് എന്ന് ഞങ്ങളൊന്ന് അനുമാനിക്കുകയാണ്. ഈ PJ കുര്യൻ എന്ന് പറയുന്ന വ്യക്തിത്വം മറന്നുപോയ ചില കാര്യങ്ങളാവാം ഇദ്ദേഹം ചെവിയിൽ ഓർമ്മിപ്പിച്ചത്. സൂര്യനെല്ലിക്കുര്യൻ മറന്നുപോയ ആ ചില പഴയ ഏടുകളിലേക്ക് ഞങ്ങൾ ഒന്ന് കടക്കുകയാണ്. 1996 എന്ന് പറയുമ്പോൾ ഇന്ന് 2026 എത്തുമ്പോൾ 30 വർഷം. 30 വർഷം മുമ്പ് ആ ഗസ്റ്റ് ഹൗസിൽ ആ 9 വയസ്സുകാരിയുടെ 16 വയസ്സുകാരിയുടെ പാവാട പൊക്കാൻ പോയ വിഷയത്തിലെ പ്രതിയായ സൂര്യനെല്ലിക്കുര്യൻ, അന്ന് 30 വർഷത്തിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര വയസ്സ് കാണും? കൂടിപ്പോയാൽ 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ്. രാഹുലിന് 5 വയസ്സല്ലേ 6 വയസ്സുണ്ടായിരുന്ന ആ കാച്ചട്ടയിട്ടുകൊണ്ട് ഓടി നടന്ന ആ സമയത്താണ് ഈ സൂര്യനെല്ലിക്കുര്യൻ എന്ന് പറയുന്ന വ്യക്തി 9ാം ക്ലാസ്സുകാരി, അതായത് 16 വയസ്സുകാരിയുടെ പാവാട അഴിക്കാൻ പോയി എന്ന ആ സൂര്യനെല്ലി വിവാദ കേസ് ഉണ്ടാകും. നമുക്കറിയാം 1996 ഉണ്ടായ വളരെ വലിയൊരു വിവാദമായിരുന്നു അത്. ഏതാണ്ട് 42 പേർ, ലിസ്റ്റ് പ്രകാരം വന്നത് 42 പേർ 40 ദിവസം 37 പേർ സംഘങ്ങളായി ചേർന്ന് 67 തവണ പീഡിപ്പിച്ചു. അതിൽ 50ഉം കൂട്ടബലാത്സംഗമായിരുന്നു. അതിൽ ഈ PJ കുര്യൻ എന്ന് പറയുന്നയാൾ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വന്ന് തന്നെ പീഡിപ്പിച്ചു എന്ന് ഈ ഇരയായ പെൺകുട്ടി തന്നെ
മൊഴി കൊടുത്തിട്ടുള്ളതാണ്. പതിറ്റാണ്ടുകൾ നീണ്ട കേസുകൾ. ഈ കേസിൽ നിന്നും ഈ സൂര്യനെല്ലി കുര്യൻ കുറ്റവിമുക്തനായ ഇദ്ദേഹം പറയുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ക്രൂശിക്കുവാൻ നോക്കിയതാണെന്ന് പറയുമ്പോൾ പോലും ഇപ്രകാരം ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് തന്നെയും കുടുംബത്തെയും തന്നുമായി ചേർന്ന് നിൽക്കുന്നവരെയും എത്രത്തോളം അത് മാനസികമായും എല്ലാ തരത്തിലും അത് ബാധിക്കുമെന്ന് വ്യക്തമായ ബോധമുള്ള ഈ മനുഷ്യനാണ് ഈ 35 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഇപ്രകാരം ഒരു ആരോപണം, വെറും ആരോപണം, കെട്ടിച്ചമച്ച ആരോപണങ്ങൾ വന്നപ്പോൾ അയാളെ കൊല്ലുവാൻ ശ്രമിച്ചത്. ഇതിന്റെ തുടക്കം മുതൽ തന്നെ വി ഡി സതീശന്റെ പ്രീതിക്ക് വേണ്ടി ഈ സൂര്യനെല്ലി കുര്യൻ രാഹുലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൂര്യനെല്ലി കുര്യൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ നെല്ലിക്കുര്യൻ ചെയ്തത് ഉളുപ്പില്ലാതെ അതിനെ നിഷേധിച്ചു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നും ഇന്നും ആണായി തിന്ന് അയാൾ ഇതിനെ നിഷേധിച്ചില്ല. അയാൾ പറയുന്നത് എന്താണ്? അത് ഞങ്ങൾ തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമേ ഉണ്ടായിട്ടുള്ളൂ. ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥക്കെതിരെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചു. കോടതിക്ക് അത് ഇപ്പോൾ മനസ്സിലായത് കൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കാതെ ഇയാളെ കൊടുക്കുവാൻ ശ്രമിച്ച എല്ലാവന്മാരും ഇന്ന് തലതാഴ്ത്തി നാണം കെട്ട് നിൽക്കുന്നത് എന്ന് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ സൂര്യനെല്ലി കുര്യനെതിരെ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു. ആ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം സുപ്രീം കോടതി വിധിയെ തുടർന്ന് രാജിവെക്കണമെന്ന ഘട്ടം വന്നപ്പോൾ, വിവാദമുണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇയാളെ അന്ന് സഹായിച്ചത്. അന്ന് യാതൊരു എളുപ്പമില്ലാതെ ഇയാൾ പിടിച്ചു നിന്നു, രാജിവെച്ചില്ല. രാജിവെച്ചോ പി ജെ കുര്യ? നിങ്ങൾ രാജിവെച്ചില്ല. അതുപോലെ തന്നെ ധർമ്മരാജന്റെ മൊഴിയിൽ പറയുന്നുണ്ട്, ഈ പി ജെ കുര്യന് വേണ്ടി പ്രമുഖരായ UDF നേതാക്കൾ തന്നെ ജയിലിൽ വന്ന് കണ്ടു. പി ജെ കുര്യനെതിരെ മൊഴി കൊടുക്കരുത്, മൊഴി മാറ്റി പറയണമെന്ന് പലവട്ടം തന്നോട് പറഞ്ഞു എന്ന് ഇപ്പോഴും വ്യക്തമായ രേഖകളുണ്ട്. ഈ സിബി മാത്യൂസ് എന്ന് പറയുന്ന ആ നാണം കെട്ടവൻ, ആ പോലീസ് യൂണിഫോമിനെ വ്യഭിചരിച്ച, അതിന്റെ മാനം കളഞ്ഞ സിബി മാത്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇയാൾ ഇന്നും തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്. രാഹുൽ ഒരുപക്ഷെ ചെവിയിൽ മന്ത്രിച്ചത് പ്രിയപ്പെട്ട പി ജെ കുര്യ, സൂര്യനെല്ലി കുര്യ എന്നൊന്നും അദ്ദേഹം വിളിക്കുവാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം വളരെ വളരെ മാന്യമായി സംസാരിക്കുന്ന, വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം ഒരുപക്ഷെ ചോദിച്ചത്, ഇന്ന് താങ്കൾ ആ സൂര്യനെല്ലി സംഭവത്തിന് ശേഷം 30 വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ ഇന്ന് ഈ മന്നമ്മ സ്ഥാനത്ത് ഈ വേദി പങ്കിടുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ അയാളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്നായിരിക്കും ഒരുപക്ഷെ പറഞ്ഞത്. സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൊഴിയില്ലായിരുന്നു എങ്കിൽ ഈ സൂര്യനെല്ലി കുര്യന്റെ അഡ്രസ് ഇന്ന് കാണുമായിരുന്നില്ല. ഇന്ന് രാഹുലിനെതിരെ ഇതുപോലെ ശബ്ദിക്കുവാൻ ഇയാൾ കാണില്ലായിരുന്നു. അയാളുടെ ഒരു മൊഴി കൊണ്ട് മാത്രമാണ് ഈ സൂര്യനെല്ലി കുര്യൻ ഇന്നും ഈ കതറിട്ട് ഈ കോൺഗ്രസ് കൂടാരത്തിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സ്വന്തം മനസാക്ഷിയോടുകൂടി നിങ്ങൾ ചോദിക്കുക, ഞങ്ങളോട് പറയണ്ട. സ്വന്തം മനസാക്ഷിയോട് പി ജെ കുര്യൻ ചോദിക്കണം, ഇതെല്ലാം സത്യമായിരുന്നില്ലേ? അപ്രകാരമുള്ള എനിക്ക് ഈ രാഹുലിനെ വിമർശിക്കുവാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന്. അതല്ലെങ്കിൽ ഒരു കോടതി തീരുമാനം വന്ന് ഇദ്ദേഹം കുറ്റക്കാരനായി എന്ന് വിധിക്കപ്പെട്ട ശേഷമായിരുന്നു ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തുന്നതെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു. ഇതുപോലുള്ള 30 വർഷം നീണ്ട, അതല്ലെങ്കിൽ ഒരു ആരോപണത്തിന് വിധേയനായി അതിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഇയാൾ ഇത് മനസ്സിലാക്കണമായിരുന്നു. അപ്രകാരം ഒരു പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ മാനസികാവസ്ഥ അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ അതൊന്നും ഈ സൂര്യനെല്ലി കുര്യൻ ഓർത്തില്ല. അതുപോലെ 2013 NDTVയുടെ ഒരു അഭിമുഖത്തിൽ വെച്ച് ഇപ്രകാരം ചോദ്യം ചോദിച്ചപ്പോൾ ഈ സൂര്യനെല്ലി കുര്യൻ അന്ന് ക്ഷോഭിച്ചിറങ്ങിപ്പോയി. അതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ വെച്ച് ഉമ്മൻചാണ്ടിയും ഈ പി ജെ കുര്യൻ വിഷയത്തിൽ മറുപടി കൊടുക്കാൻ പറ്റാതെ ചാനൽ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നും ആരും ഇവിടെ മറന്നിട്ടില്ല എന്ന് പി ജെ കുര്യൻ ഓർക്കുക. അതുകൊണ്ട് ഈ പി ജെ കുര്യൻ, ഈ സൂര്യനെല്ലി കുര്യൻ മറന്നുപോയ ചില ഏടുകൾ ഞങ്ങളിതാ വീണ്ടും എടുത്തിടാൻ പോവുകയാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ. ആ 1996 ആ 16 വയസ്സുകാരിയെ, ആ 9ാം ക്ലാസ്സുകാരിയായ ആ യുവതിയെ ഈ ധർമ്മരാജൻ എന്ന് പറയുന്ന നരാധമൻ ഇതുപോലെ പലർക്കായി കൊണ്ട കാഴ്ച വെച്ചപ്പോൾ ആ കിളുന്ത് ശരീരം നുകരുവാൻ പോയ ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഈ സൂര്യനെല്ലി കുര്യൻ എന്ന ആരോപണത്തിൽ നിന്നും ഇദ്ദേഹം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഞാൻ ഓർത്തുപോവുകയാണ്, കുമളിയിൽ നിന്നും തേനിയിലേക്ക് ഈ 16 വയസ്സുകാരിയെ
ഏതാണ്ട് നീണ്ട 40 ദിവസം ഏതാണ്ട് 50ഓളം പേർ മാറി മാറി ബലാത്സംഗം ചെയ്ത് അവിടെ ജനനേന്ദ്രിയം പഴുത്ത് പഴുപ്പൊഴുകുന്ന അവസ്ഥയിലായിരുന്നു എന്ന് ആ ഡ്രൈവറുടെ മൊഴിയുണ്ട്. ഇതൊന്നും ഈ രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്ന, ഈ പ്രൊഫസറായിരുന്ന, ഈ കോൺഗ്രസിന്റെ ദേശീയ നേതാവായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന ഈ സൂര്യനെല്ലി കുര്യൻ ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു. അയാൾ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുവാൻ നടത്തിയ ആ നാടകങ്ങളുടെ കൃത്യമായ 1996 മുതലുള്ള ആ കൃത്യമായ ഒരു യാത്ര നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. ഇത് സൂര്യനെല്ലി കുര്യൻ ചോദിച്ചിരുന്ന് വാങ്ങുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളെല്ലാം മറന്നു തുടങ്ങിയ, ഈവൻ ആ പീഡനത്തിനിരയായ ആ യുവതിക്ക് ഒരു സർക്കാർ ജോലി ഉണ്ടായിട്ട് പോലും ആ സർക്കാർ ജോലി കളയുവാൻ പോലും അവരെ അഴിമതി കേസിൽ കുടുക്കി ഈ സൂര്യനെല്ലി കുര്യൻ പുറകെ നടന്ന് വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതുപോലെ ഇതിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതടക്കം നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സൂര്യനെല്ലി കുര്യ രാഹുലിനെ ഇല്ലാതാക്കുവാൻ ഈ നാണംകെട്ട വി.ഡി. സതീശന് വേണ്ടി, അയാൾക്ക് വേണ്ടി താങ്കൾ തിരുവല്ലയിലെ ആ സീറ്റ് മോഹിച്ച് നടത്തിയ ഈ വിനു വി ജോൺ എന്ന് പറയുന്ന ആ നരാധമനും ആ മാധ്യമ പ്രവർത്തനത്തിന്റെ സകല ശോഭയും കളഞ്ഞ, എന്തിനു വേണ്ടിയാണ് അയാളുടെ, നിങ്ങൾ ഓർക്കുക, ഇന്നലെ ഈ വിനു വി ജോൺ എന്ന് പറയുന്ന അവന്റെ ഇന്റർവ്യൂ നിങ്ങൾ നോക്കുക. സാധാരണഗതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ വളരെ ചടുലമായി അയാളുടെ ശരീരഭാഷ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അയാളുടെ മനസാക്ഷി കുത്ത് അയാളുടെ മുഖത്തുണ്ട്. ഇത് ഈ നരാധമനെ ഇന്റർവ്യൂ ചെയ്യാൻ അയാൾ മനസ്സോടെയാണോ, അയാൾ പണം മേടിച്ചിട്ടാണോ, അതോ ഇവരുടെ മാനേജ്മെന്റ് മേടിച്ച് പണം മേടിച്ചിട്ട് ഇവനെ ഇറക്കി വിട്ടതാണോ, കൂലിപ്പണിക്ക് ഇറക്കി വിട്ടതാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അയാളുടെ ആ ജീവനില്ലാത്ത, അയാളുടെ ആ ഓജസ്സില്ലാത്ത ആ മുഖവും ആ ഇന്റർവ്യൂവും അയാളുടെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അയാൾ മനസ്സോടെയാണ് ആരോ എഴുതി കൊടുത്ത ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇന്നിതാ ഈ സൂര്യനെല്ലി കുര്യനും ഇവരുടെ ഈ PR സംഘത്തിന്റെ ഈ വിവാദ ഫാക്ടറിക്കാരുടെ പിടിയിൽ വീണു. അതിന്റെ പരിണതഫലം ഈ സൂര്യനെല്ലി കുര്യൻ ഈ അവസാന ഘട്ടത്തിൽ അത് അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്രകാരം പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ വ്യസനമുണ്ട്. അതുകൊണ്ട് രാഹുൽ ചെവിയിൽ മന്ത്രിച്ചത്, സൂര്യനെല്ലി കുര്യ ഈ 30 വർഷത്തിന് ശേഷം ഇന്ന് ഈ NSS ആസ്ഥാനത്ത് താങ്കൾക്ക് ഇരിക്കുവാൻ, ഇന്നും കോൺഗ്രസിന്റെ ഒരു വക്താവിനെ പോലെ, കോൺഗ്രസിൽ ഒരു പുട്ടുമല്ല താങ്കളെങ്കിലും, കോൺഗ്രസിന്റെ യാതൊരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പോലും പാലക്കാടിന്റെ കാര്യം പറയുവാൻ തന്നെ ആര് ഏൽപ്പിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചോ എന്ന് ഞങ്ങൾക്കറിയില്ല. വിളിക്കാത്ത, ആളില്ലാത്ത വീട് കയറി അപ്പനാകുന്ന തരത്തിലുള്ള ഒരു പണിയാണ് ഇന്ന് സൂര്യനെല്ലി കുര്യൻ ചെയ്തത്. പാലക്കാട് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു രാഹുൽ വരണമെന്ന്. ഞങ്ങൾ പറയുന്നു, അവിടെ നിങ്ങളുടെ ആരുടെയും ഒത്താശയോ, നിങ്ങളുടെ ഒന്നും ആശീർവാദമോ, നിങ്ങളുടെ ഒന്നും ലേബലോ രാഹുലിന് പാലക്കാട് നിന്ന് ജയിച്ചു കയറുവാൻ ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വി.ഡി. സതീശ ഈ സൂര്യനെല്ലി കുര്യനെ പോലെ, അല്ലെങ്കിൽ കിങ്ങിണിക്കുട്ടനെ പോലെ, അല്ലെ മഞ്ചേരി പെൺവാണിഭ കേസിലെ പ്രതിയായ ഉണ്ണിത്താനെ പോലെ ഇവന്മാരെയൊക്കെ ഇറക്കി രാഹുലിനെ നിങ്ങൾ വീണ്ടും വീണ്ടും വേട്ടയാടുവാൻ ശ്രമിക്കുമ്പോൾ ഇത് അയാളുടെ ആ തങ്കത്തിളക്കം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.